Hi students, 12ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സീറോ ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് ആണ്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് എന്താണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ്? An integrated rate law is an equation that expresses the concentration of reactants or products as a function of time. An integrated rate law comes from an ordinary rate law. നമ്മൾ റേറ്റ് ലോ ഒക്കെ പഠിച്ചായിരുന്നു. സീറോ ഓർഡറിന്റെ ഫസ്റ്റ് ഓർഡറിന്റെ ഒക്കെ റേറ്റ് ലോ പഠിച്ചായിരുന്നു. ആ റേറ്റ് ലോയിൽ നിന്നാണ് നമുക്ക് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കിട്ടുന്നത്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനകത്ത് നമ്മൾ ഒരു ഇക്വേഷൻ പ്രിപ്പയർ ചെയ്യാണ്. ആ ഇക്വേഷൻ എങ്ങനെയാണ്? ആ ഇക്വേഷൻ റിലേറ്റ് ചെയ്യുകയാണ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഓർ പ്രൊഡക്റ്റ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഓർ പ്രൊഡക്റ്റ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് സീറോ ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. സീറോ ഓർഡറിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമോണിയയുടെ ഡീകമ്പോസിഷൻ ഒരു സീറോ ഓർഡർ ആണ് നമ്മൾ പഠിച്ചായിരുന്നു. അമോണിയ ഡീകമ്പോസ് ചെയ്ത് നൈട്രജനും ഹൈഡ്രജനുമായി മാറുന്നു. അതിനകത്ത് അവിടെ പറയാണ് അമോണിയയുടെ ഡീകമ്പോസിഷൻ സീറോ ഓർഡറിന് എക്സാമ്പിൾ ആണ്. ഇതൊരു കാറ്റലിസ്റ്റിന്റെ സഹായത്തോടെയാണ് നടത്തുന്നത്. അന്നേരം കാറ്റലിസ്റ്റ് ആണ് അവിടെ ഒരു സർഫസ് ആയിട്ട് ആക്ട് ചെയ്ത് ആ സർഫസിന്റെ മുകളിൽ അമോണിയ മോളിക്യൂൾസ് എല്ലാം അബ്സോർബ് ചെയ്താണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത്, ഡീകമ്പോസിഷൻ നടക്കുന്നത്. നമുക്ക് അന്നേരം ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ സീറോ ഓർഡറിന്റെ എന്താണ് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം സീറോ ഓർഡറിനെ പറ്റി ഇതൊക്കെ നമ്മൾ പഠിച്ചു. Zero order reaction means that the rate of the reaction is proportional to zero power of the concentration of reactants. നമ്മൾ നേരത്തെ കണ്ട് അമോണിയയുടെ ഡീകമ്പോസിഷൻ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡീകമ്പോസിഷൻ ഓഫ് അമോണിയയുടെ റേറ്റ് നമുക്ക് പറയാൻ പറ്റും. റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ റേസ് ടു സീറോ. അമോണിയ റേസ് ടു സീറോ. എന്നിട്ട് നമ്മളിവിടെ പറയുകയാണ് സീറോ ഓർഡറിന്റെ റേറ്റ് ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഒരു R എന്ന് പറയുന്ന ഒരു റിയാക്ടന്റ് P എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആകുന്നു. സീറോ ഓർഡർ റിയാക്ഷന് ഒരു ഇക്വേഷൻ നമ്മൾ എഴുതുകയാണ്. R gives P. ഇനി അതിന്റെ റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം റേറ്റ് രണ്ട് ടേംസിൽ എഴുതാം. എങ്ങനെയൊക്കെയാണ്? ഒന്നെങ്കിൽ പ്രൊഡക്റ്റിന്റെ ടേംസിൽ അല്ലെങ്കിൽ റിയാക്ടിന്റെ ടേംസിൽ. റിയാക്ടന്റിന്റെ ടേംസിലാണ് റേറ്റ് എഴുതുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും മൈനസ് എന്ന സൈൻ കൊടുക്കണം. എന്നാൽ ഇവിടെ പറയുകയാണ് നമ്മളിവിടെ റിയാക്ടൻസിന്റെ ഇതിൽ പറയുമ്പോൾ റേറ്റ് പറയുകയാണ് റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡഡ് ബൈ DT. DT എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ടൈം. ദാറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു R റേസ് ടു സീറോ. K ഇൻറ്റു R റേസ് ടു സീറോ. R എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്ടന്റ്. ഇപ്പൊ നമ്മൾ അമോണിയയുടെ ഡീകമ്പോസിഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ ആറിന്റെ സ്ഥാനത്ത് എന്താണ് വരേണ്ടിയിരുന്നത്? അമോണിയ, കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ ആണ് വരേണ്ടത്. ഇനി നമുക്ക് പറയുകയാണ് ആസ് എനി ക്വാണ്ടിറ്റി റേസ് ടു പവർ സീറോ ഇറ്റ് ഈസ് യൂണിറ്റി. അതായത് കോൺസെൻട്രേഷൻ ഓഫ് R റേസ് ടു സീറോ എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ റേസ് ടു സീറോ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതും 1 ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ പറയാണ് എനി ക്വാണ്ടിറ്റി റേസ് ടു പവർ സീറോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഈക്വേഷൻ എഴുതുകയാണ് റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് dr ബൈ dt ദാറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു 1. K ഇൻറ്റു 1. ഓർക്കണം എങ്ങനെയാണ് 1 കിട്ടിയെന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾ വരണം. സീറോ ഓർഡർ ആണെങ്കിൽ മാത്രമേ R റേസ് ടു സീറോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കത്തുള്ളൂ. നമ്മൾ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണേ. റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ മൈനസ് dr ബൈ dt ദാറ്റ് ഈസ് ഈക്വൽ ടു K എന്നുള്ള ഇക്വേഷൻ എന്തായി മാറുന്നു? dr that is equal to minus K into dt. dr that is equal to minus K into dt. നമുക്കിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്.
ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. എന്നിട്ട് ശ്രദ്ധിച്ച് നോക്കുക, ഇത് നോട്ടാക്കി എഴുതി പോകണം കേട്ടോ, കൂടെ തന്നെ എൻ്റെ കൂടെ പോരണം. ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് എന്ന് പറയുമ്പോൾ dr-നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് r കിട്ടുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടിയെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുകയാണ് മൈനസ് കെ ഇൻറ്റു ടി പ്ലസ് ഐ. dr that is equal to minus k dt യെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നതാണ്. ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റും ഇന്റഗ്രേഷൻ റൂളൊക്കെ അനുസരിച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോൺസെൻട്രേഷൻ ഓഫ് r that is equal to മൈനസ് കെ ടി പ്ലസ് ഐ. എന്താണ് ഐ? ഒരു പുതിയ ഒരാളാണ് ഐ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആണ്. ഇനി നമ്മളിപ്പം ടൈം 0 ആയിട്ട് എടുക്കുക. നമുക്ക് ഐയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കണം. ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ടൈമിന് 0 ആയിട്ട് കൊടുക്കുക. ടൈമിന് 0 ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് R എന്ന് പറഞ്ഞ എന്തായി മാറും? R0 ആയിട്ട് മാറും. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് R0 എന്ന് പറയുന്നത്. അന്നേരം പറയാണ് at time t that is equal to 0 the concentration of the reactant R that is equal to R0. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ഷൻ തുടങ്ങുമ്പോഴുള്ള ആ റിയാക്ടിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതാണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അതാണ് R0 എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് ഐയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാൻ. എന്താ ഐ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഈ വാല്യൂവിനെ നമുക്ക് ഇക്വേഷൻ 4.5 നമുക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 4.5 നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നു? ഏതാണ് ഇക്വേഷൻ 4.5? കോൺസെൻട്രേഷൻ ഓഫ് R ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് ഐ. അതാണ് ഇക്വേഷൻ. ആ ഇക്വേഷനോട്ട് നമ്മൾ ടിയുടെ വാല്യൂ 0 കൊടുക്കുകയാണ്. ടിയുടെ വാല്യൂ 0 കൊടുക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് പറയുന്നത് എന്തായി മാറി? R0 ആയി മാറി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് R ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് ഐ എന്നുള്ളത് കോൺസെൻട്രേഷൻ ഓഫ് R0 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു 0 പ്ലസ് ഐ. Therefore, concentration of R0 that is equal to I. Concentration of R0 that is equal to I. എങ്ങനെയാണ് R0 I ആയത്? ടിയുടെ വാല്യൂ 0 കൊടുത്തു. അപ്പോൾ എന്തായി മാറി? R0 എന്ന് പറയുന്നതാണ് I എന്നുള്ളത് കിട്ടുന്നത്. വാട്ട് ഇസ് I എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ ഒന്ന് കൊടുക്കുകയാണ്. ഇക്വേഷൻ 4.5 ഏതാണ് ഇക്വേഷൻ 4.5? കോൺസെൻട്രേഷൻ ഓഫ് R ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് ഐ എന്നുള്ളതെടുത്ത് ഐയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? കോൺസെൻട്രേഷൻ ഓഫ് R0 എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇതിന് കിട്ടുകയാണ് കോൺസെൻട്രേഷൻ ഓഫ് R ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് ഐക്ക് പകരം എന്താണ് കൊടുക്കുന്നത്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആയ R0 കൊടുത്തു. ഓക്കെ, നമുക്ക് കിട്ടുകയാണ് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനും ടൈമും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് R ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് R0. ഇനി നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാം. റീഅറേഞ്ച് ചെയ്ത് വാട്ട് ഈസ് കെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? കെ എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. കെ എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റിന്റെ തന്നെയായിട്ട് നമ്മൾ എടുക്കുകയാണ്. എന്നാലും നമ്മൾ നമ്മുടെ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ ഈ ഫോമിലോട്ട് ആവുകയാണ്. കെ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? വാട്ട് ഇസ് കെ? കെ എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അതാണ് R0 മൈനസ് കോൺസെൻട്രേഷൻ അറ്റ് എനി ടൈം ടി. അതാണ് ദാറ്റ് ഇസ് കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡഡ് ബൈ ടി. അന്നേരം കെ ദാറ്റ് ഈസ് ഈക്വൽ ടു R0 മൈനസ് R ബൈ ടി എന്നുള്ള ഒരു ഇക്വേഷനോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ. അന്നേരം റേറ്റ് കോൺസ്റ്റന്റും ടൈമും തമ്മിലുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേഷനും ഒക്കെ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കിനി ഇതിന്റെ ഒരു ഗ്രാഫ് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിനകത്ത് ടൈമും വൈ ആക്സിസിനകത്ത് കോൺസെൻട്രേഷനും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പറയുകയാണ് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ടൈം അനുസരിച്ച് എന്താ വരുന്നത് കുറഞ്ഞ് വരുന്നു എന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കെ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സ്ലോപ്പ്. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. വാട്ട് ഇസ് കെ? റേറ്റ് കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സ്ലോപ്പ് എന്നാണ് അവിടെ വന്നിരിക്കുന്നത്. dy ബൈ dx അങ്ങനെയുള്ള അതിൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ സാധിക്കും.
അന്നേരം അതാണ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അന്നേരം നമ്മളിപ്പം പരിചയപ്പെട്ട എന്താണ്, നമ്മൾ ടൈമും കോൺസെൻട്രേഷനും സീറോ ഓർഡറിന്റെ ഇത് വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ ഇക്വേഷൻ കിട്ടി. ഇക്വേഷനിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നു. സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് കെ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സ്ലോപ്പ് എന്ന് പറഞ്ഞു കിട്ടുന്നു. ഇപ്പം സീറോ ഓർഡറിന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം, സീറോ ഓർഡറിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ ഏതാണ് പറയാൻ പറ്റുന്നത്, ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ. എന്താണ് ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ? ഒരു സീറോ ഓർഡർ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ. ഓക്കെ, നമ്മളിപ്പം കണ്ട ഗ്രാഫ് തന്നെയാണ്. ഗ്രാഫിന് കോൺസെൻട്രേഷനും ടൈമും കൊടുത്തു, നമുക്ക് കിട്ടുന്ന ഗ്രാഫ്. ആ ഗ്രാഫിൽ നിന്ന് കെ കണ്ടുപിടിക്കാൻ പറ്റും. വാട്ട് ഇസ് കെ? കെ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് സ്ലോപ്പ്. ഓക്കെ, ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ് ഈ ഗ്രാഫ്. ഏതൊക്കെ തമ്മിലാണ് അതിന്റെ ഇത് വരയ്ക്കുന്നത്? ഗ്രാഫ് കോൺസെൻട്രേഷനും ടൈമും വെച്ച് വരയ്ക്കുന്നു. ഇനി നമുക്ക് എന്താണ് ഹാഫ് ലൈഫ് എന്നൊന്ന് പരിചയപ്പെടാം. ഹാഫ് ലൈഫ്, ചിലരോടൊക്കെ നമ്മൾ പറയും അതിന്റെ പകുതി ജീവിതം കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന പോലെ, നമ്മളിവിടെ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്താണ് എന്നാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോണത്. ഹാഫ് ലൈഫ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം റിക്വയർഡ് ഫോർ 1/2 ഓഫ് ദ റിയാക്ടന്റ് ടു റിയാക്ട്. ടൈം, സമയം, എത്ര സമയമാണ് വേണ്ടത്? ഒരു റിയാക്ടന്റിന്റെ പകുതി ആകാനുള്ള സമയത്തിനെയാണ് എന്ത് പറയുന്നത്, ഹാഫ് ലൈഫ് ഓഫ് ദാറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അന്നേരം ഇപ്പം ഒരു കോൺസെൻട്രേഷൻ ഓഫ് എ അറ്റ് ടി ഹാഫ് ഈസ് 1/2 ഓഫ് ദ ഒറിജിനൽ കോൺസെൻട്രേഷൻ ഓഫ് എ. അതാണ് ഇവിടെ പറയുന്നത്. ഒരു A0 എന്ന് പറയുന്നതാണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്നുള്ളത് വരുവാണെങ്കിൽ നമുക്കവിടെ അതിന്റെ പകുതി ആണ് അതിന്റെ ഹാഫ് ലൈഫിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതി. ഓക്കെ എന്നാണ് പറയുന്നത്. അന്നേരം കോൺസെൻട്രേഷൻ ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു A0 എന്ന് പറഞ്ഞാൽ ഹാഫ് A0. നമ്മൾ ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ ആണ് നമ്മൾ പഠിക്കുന്നത്. എന്തായിരുന്നു സീറോ ഓർഡറിന്റെ റേറ്റ് ഇക്വേഷൻ നമ്മൾ കണ്ടത്? സീറോ ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മൈനസ് കോൺസെൻട്രേഷൻ അറ്റ് എനി ടൈം ടി ഡിവൈഡഡ് ബൈ ടി. അന്നേരം പറയാണ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു R0 മൈനസ് R ബൈ ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹാഫ് ലൈഫ്, പകുതി, അതായത് ഒരു റിയാക്ടന്റ് പകുതി ആവാനുള്ള സമയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ ടൈമിൽ നമ്മൾ ടി ഹാഫ് എന്ന് പറയും. എന്നെ വിളിക്കുന്നത് ടി ഹാഫ്. ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഹാഫ്. ഇനി കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് പറയുന്നത് എന്താകും? കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതിയാവും. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് R0, R0 ബൈ 2. അതുകൊണ്ട് റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് ടി ഹാഫ് ബിക്കംസ്, നമ്മളിപ്പം പഠിച്ചു എന്താണ് സീറോ ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, കെ ദാറ്റ് ഈസ് ഈക്വൽ ടു R0 മൈനസ് R ബൈ ടി. അതാരും അവിടെ നമ്മൾ എന്താണ് കാണുന്നത്? ലെറ്റ് us see, കെ ദാറ്റ് ഈസ് ഈക്വൽ ടു R0 മൈനസ് R എന്തായി മാറും? ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതിയായി മാറുന്നു. ഹാഫ് ഇൻറ്റു R0 ഡിവൈഡഡ് ബൈ ടി ഹാഫ്. എന്നിട്ട് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ടി ഹാഫ് കണ്ടുപിടിക്കാൻ പറ്റും. ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് സീറോ ഓർഡർ ദാറ്റ് ഈസ് ഈക്വൽ ടു concentration of R0 by 2K. Concentration of R0 by 2K. Important ആണ്. ഹാഫ് ലൈഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ. ഇതെല്ലാം നോട്ടാക്കി വെക്കുക, എഴുതി വെക്കുക. എഴുതി വെച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ഓർത്തിരിക്കത്തുള്ളൂ കേട്ടോ. ഇവിടെ പറയാണ് ടി ഹാഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. അന്നേരം ടി ഹാഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ടി ഹാഫ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആരുമായിട്ട്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റുമായിട്ട്. സീറോ ഓർഡറിന്റെ ടി ഹാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് കോൺസ്റ്റന്റ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് കോൺസ്റ്റന്റ്. ഓർത്തിരിക്കുക. അപ്പൊ നമ്മള് പഠിച്ചത് ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത് that is equal to concentration of R0 by 2K, where R0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ്. K എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ്. നോട്ട് ചെയ്യുക. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെ പറ്റിയാണ്. ഫസ്റ്റ് ഓർഡറിന്റെ റേറ്റ് ഇക്വേഷൻ നമുക്കൊന്ന് ഡിറൈവ് ചെയ്തെടുക്കണം. നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് റേറ്റ് ഇക്വേഷൻ കിട്ടുന്നത്? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ
നമ്മുടെ റേറ്റ് ലോയിൽ നിന്നാണ് കിട്ടുന്നത്. റേറ്റ് ലോയ്ക്കകത്ത് ഇവിടെ പറയാണ് ഒരു റിയാക്റ്റന്റ് ആണ് R. ആ റിയാക്റ്റന്റ് P എന്ന് പറയുന്ന പ്രൊഡക്റ്റ് തരുന്നു. റിയാക്റ്റന്റ് R ഗീവ്സ് P. എന്നിട്ട് നമ്മുടെ ജനറൽ ഇക്വേഷൻ ആണ് R ഗീവ്സ് P എന്നുള്ളതാണ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ റേറ്റ് ഒന്ന് എഴുതാൻ പോവാം. റേറ്റ് എഴുതുവാണെങ്കിൽ നമ്മൾ ഏതിന്റെ ടേംസിലാണ് റേറ്റ് എഴുതുന്നത്? നമ്മൾ റിയാക്റ്റിന്റെ ടേംസിലാണ്. റിയാക്റ്റിന്റെ ടേംസിൽ എഴുതുമ്പോൾ റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ വെച്ചാൽ കൊടുക്കണം. റിയാക്റ്റന്റ് റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് dr by dt. What is dr? Change in reactant concentration divided by change in time. That is equal to k into r. K into r. What is k? K എന്ന് പറഞ്ഞാൽ rate constant. R എന്ന് പറഞ്ഞാൽ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ അറ്റ് എനി ടൈം t. നമ്മളിവിടെ നിന്ന് റേറ്റിന് നമ്മൾ എടുക്കുകയാണ്. മൈനസ് dr by dt ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ആർ. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഒരുപോലത്തെ ടേംസ് ഒക്കെ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ഇവിടെ വന്നിരിക്കുന്നു dr by r ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി. ഇവിടെ എന്നാ വ്യത്യാസം വന്നിരിക്കുന്നത്? ആറിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വന്നു, ഡി ടിയെ നമ്മൾ കെയുടെ അടുത്തോട്ട് കൊണ്ടുവന്നു. അന്നേരം dr by r ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി. റീഅറേഞ്ച് ചെയ്തു ഇക്വേഷനെ. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേഷൻ ചെയ്യാൻ പോകണം. ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കിവിടെ എന്താണ് വരുന്നത്? നാച്ചുറൽ ലോഗൃതത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നാച്ചുറൽ ലോഗൃതം അതാണ് natural logarithm concentration of R that is equal to minus KT plus I minus dr by R. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുകയാണ് നാച്ചുറൽ ലോഗൃതം കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി പ്ലസ് ഐ. എന്നിട്ട് ഇവിടെ നോക്കിക്കേ, പുതിയൊരു ആള് വരുന്നു. കഴിഞ്ഞ നമ്മൾ സീറോ ഓർഡറിന്റെ അകത്ത് കണ്ടതാണ്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. എന്താണ്? ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആണ് ഐ. ഇനി നമുക്ക് ഐയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കണം. ഐയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സീറോ ഓർഡറിനകത്ത് എന്താ ചെയ്തത്? സീറോ ഓർഡറിനകത്ത് നമ്മൾ ഐയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ടൈം സീറോ തുടക്കം ഇടുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അതൊക്കെ നമ്മൾ ഒന്ന് ഓർത്തെടുക്കുക. നമ്മൾ അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. When time 0, R that is equal to R0, where R0 is the initial concentration of the reactant. അതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ 4.8 4.8 നമ്മൾ ഈ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. എന്നാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ടൈം ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നും കൊടുത്തു. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്, അവിടുത്തെ കോൺസെൻട്രേഷൻ ആയിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പറയുകയാണ് ln r നാച്ചുറൽ ലോഗൃതം r ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് ഐ എന്നുള്ളത് എന്തായി മാറുന്നു? നാച്ചുറൽ ലോഗൃതം R0 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു 0 പ്ലസ് ഐ. മൈനസ് കെ ഇൻറ്റു 0 എന്ന് പറയുന്നത് നമുക്കറിയാം 0. അതായത് ഇവിടെ പറയാണ് നാച്ചുറൽ ലോഗൃതം R0 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായി മാറുന്നു? നാച്ചുറൽ ലോഗൃതം R0 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് നാച്ചുറൽ ലോഗൃതം R0 മൈനസ് കെ ടി പ്ലസ് നാച്ചുറൽ ലോഗൃതം R0. എന്നിട്ട് നമുക്ക് നോക്കാം ഐയുടെ വാല്യൂ എന്ത് കിട്ടി? ഐയുടെ വാല്യൂ നമുക്കിവിടെ നാച്ചുറൽ ലോഗൃതം R0 എന്ന് കിട്ടി. നാച്ചുറൽ ലോഗൃതം R0 എങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലായോ? നമ്മൾ ടൈമിന് 0 എന്ന് കൊടുത്തു. അപ്പോൾ എന്തായി മാറി? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്, കോൺസെൻട്രേഷൻ ഓഫ് R ആയി മാറി. അതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുകയാണ് ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗൃതം R0. ഈ ഇക്വേഷനകത്തോട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുകയാണ് ഏത് ഇക്വേഷൻ? 4.8 എന്തായി മാറി? നാച്ചുറൽ ലോഗൃതം കോൺസെൻട്രേഷൻ ഓഫ് R ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് നാച്ചുറൽ ലോഗൃതം R0 എന്നായി മാറി. കിട്ടുകയാണ്. നമ്മളിപ്പം പഠിച്ചു വരികയാണ്. നാച്ചുറൽ ലോഗൃതം കോൺസെൻട്രേഷൻ ഓഫ് R ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് നാച്ചുറൽ ലോഗൃതം കോൺസെൻട്രേഷൻ ഓഫ് R0 എന്നുള്ള ഇതിലോട്ട് വരികയാണ്. ഇതെന്താണ്? ഇത് എന്തിനു വേണ്ടിയാണ് ഇപ്പം നമ്മൾ ഇത്രയും ചെയ്തത്? ഫസ്റ്റ് ഓർഡറിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിലോട്ട് വരികയാണ്. നമുക്ക് അന്നേരം ഇനി നമ്മൾ സീറോ ഓർഡറിന്റെ എങ്ങനെയാണ് പഠിച്ചത്? റേറ്റ് കോൺസ്റ്റന്റിന്റെ ടേംസിൽ നമ്മൾ ആ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമ്മൾ എഴുതിയത്. അതുകൊണ്ട് നമ്മൾ ഇനി റീഅറേഞ്ച് ചെയ്യുകയാണ്. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു K that is equal to K. What is K? K എന്ന് പറഞ്ഞാൽ rate constant that is equal to 1 by T natural logarithm concentration of R0 by concentration of R. Rate constant that is equal to 1 by time natural logarithm into initial concentration of reactant divided by reactant concentration at any time T എന്നുള്ള
ടേംസിലോട്ട് നമ്മളാക്കി. ഇതാണ് എന്താ നമ്മുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിനെ നാച്ചുറൽ ലോഗരിതത്തിൽ നിന്ന് നമുക്ക് ലോഗരിതത്തിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിനെ 2.303 കൊണ്ടൊന്ന് ഗുണിച്ചാൽ മതി. 2.303 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്തായി മാറും? K that is equal to 2.303 by T log R0 by R. That is rate constant of a first order reaction that is equal to 2.303 by time into log into initial concentration by concentration at any time T. ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറയുന്നു. അന്നേരം ഇവിടെ നമ്മൾ ഇത് പല തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഇക്വേഷൻ ഏത് ഇക്വേഷൻ ആണ്? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ. എന്താണത്? റേറ്റ് കോൺസ്റ്റന്റ് K that is equal to 2.303 by T log initial concentration divided by concentration at any time T എന്നുള്ള ആ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളത് കാണാതെ പഠിക്കുക. ഓക്കെ, ഞാനിപ്പോൾ നമ്മൾ പഠിച്ചത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നമ്മളിപ്പോൾ പഠിച്ച ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ ആണ്. നാച്ചുറൽ ലോഗരിതം കോൺസെൻട്രേഷൻ ഓഫ് A divided by initial concentration that is equal to minus K into T. A0 is the initial concentration, AT is the concentration of A at some time T എന്നുള്ള അതാണ് ഓർത്തിരിക്കുക. നമുക്ക് ഇതൊക്കെ വെച്ച് ഗ്രാഫ് ഒക്കെ വരയ്ക്കാനുണ്ട്. അതെന്താന്ന് നോക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഫിഗർ 4.4 നമുക്ക് നോക്കാം. അവിടെ ഇപ്പം കാണുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ റേറ്റ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഓർഡർ റേറ്റ് ഇക്വേഷനിൽ നിന്ന് നാച്ചുറൽ ലോഗരിതം കോൺസെൻട്രേഷൻ ഓഫ് R y ആക്സിസിനകത്തും ടൈം X ആക്സിസിനകത്തും വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നു. ആ ലൈനിൽ നിന്ന് നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ln R0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമുക്ക് നാച്ചുറൽ ലോഗരിതം ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുന്നു. അന്നേരം അവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? റേറ്റ് കോൺസ്റ്റന്റ് K that is equal to മൈനസ് ആ ലൈനിന്റെ സ്ലോപ്പ് ആണ്. മൈനസ് സ്ലോപ്പ് എങ്ങനെ കിട്ടുന്നത്? dy/dx എന്നുള്ള ഇക്വേഷൻ വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. അന്നേരം നമുക്ക് മൈനസ് സ്ലോപ്പ് that is equal to റേറ്റ് കോൺസ്റ്റന്റ്. അടുത്ത രണ്ടാമത്തെ ഫിഗർ 4.5 നമുക്ക് കാണാം. y ആക്സിസിനകത്ത് ലോഗ കോൺസെൻട്രേഷൻ ഓഫ് R0 ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആറും ടൈമും കൂടെ വെച്ച് ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ കിട്ടുന്ന പോലത്തെ ഇത് ഒരു ലൈൻ കിട്ടുന്നു. അവിടെ നമുക്ക് അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ലോപ്പ് ദാറ്റ് ഈസ് ഈക്വൽ ടു K/2.303. പലതരത്തിലുള്ള ഫിഗേഴ്സ് നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കും. ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഗ്രാഫാണെന്ന് ഓർത്തിരിക്കുക. റേറ്റ് കോൺസ്റ്റന്റ് K ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സ്ലോപ്പ് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മളിവിടെ കാണുകയാണ്. ഇപ്പൊ നമ്മൾ പഠിച്ച എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഓർഡർ 0 ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് A ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് KT പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് A0 വേർ കോൺസെൻട്രേഷൻ ഓഫ് A എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ അറ്റ് എനി ടൈം T. A0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ഇനി ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് എയും ടൈമും കൂടെ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ സ്ലോപ്പിൽ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സ്ലോപ്പിൽ നിന്ന് മൈനസ് K കിട്ടും. നമുക്ക് മൈനസ് K എന്ന് പറഞ്ഞ് കിട്ടും. അതുപോലെ ഓർഡർ 1 ആണെങ്കിൽ നമുക്ക് നാച്ചുറൽ ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് A ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A എന്ന് പറഞ്ഞാൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആണ് കേട്ടോ. കോൺസെൻട്രേഷൻ ഓഫ് A എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് KT പ്ലസ് നാച്ചുറൽ ലോഗരിതം ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A0 അല്ലെങ്കിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയാം. അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഗ്രാഫ് നാച്ചുറൽ ലോഗരിതം കോൺസെൻട്രേഷൻ ഓഫ് എയും ടൈമും കൂടെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ സ്ലോപ്പിൽ നിന്ന് മൈനസ് K കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ഓർഡറും ഉണ്ട്. നമ്മൾ സെക്കൻഡ് ഓർഡർ നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും ഞാനത് പറയുന്നതേ ഉള്ളൂ. സെക്കൻഡ് ഓർഡർ നിങ്ങൾക്ക് NCERT സിലബസ് അനുസരിച്ച് 0യും ഫസ്റ്റ് ഓർഡറുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ 1/A ദാറ്റ് ഈസ് ഈക്വൽ ടു KT പ്ലസ് 1/A0 എന്നാണ് അതിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോയെ. ഇനി ഗ്രാഫ് 1/Aയും ടൈമും കൂടെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ സ്ലോപ്പിൽ നിന്ന് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ സാധിക്കും.
ഇവിടെ പറയുന്നത് integrated rate laws for zero first and second order reaction may be arranged such that they resemble an equation for a straight line. ഒരു straight line ആണ് നമുക്ക് കിട്ടുന്നത്. ആ straight line that is equal to straight line equation എല്ലാവർക്കറിയാം, y that is equal to mx plus b. y that is equal to mx plus b. നമുക്ക് അതിൽ നിന്നൊക്കെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിന്റെ സ്ലോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. സീറോയും ഫസ്റ്റ് ഓർഡറും നല്ലപോലെ എഴുതി പഠിക്കണം. സീറോയും ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസും ഹാഫ് ലൈഫും അതിന്റെ ഗ്രാഫുകളും നമുക്കൊന്ന് കാണാം. ഇവിടുത്തെ സീറോ ഓർഡർ ഫസ്റ്റ് ഓർഡറിന്റെയും പലതരത്തിലുള്ള ഗ്രാഫുകളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പറയുകയാണെങ്കിൽ സീറോ ഓർഡറിനകത്താണെങ്കിൽ റേറ്റ്, കോൺസെൻട്രേഷൻ, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലൈൻ ഇതാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡറിന് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നു, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, അങ്ങനെ പലതരത്തിലുള്ള ഇതാണ് നമ്മളിപ്പം കാണുന്നത്. ഇക്വേഷൻസ് പ്ലോട്ട് ഫോർ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പല രീതിയിൽ വരയ്ക്കാം കേട്ടോ. കോൺസെൻട്രേഷൻ ഓഫ് എ വേഴ്സസ് ടൈം, അതുപോലെ ലോഗ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ വേഴ്സസ് ടൈം, അങ്ങനെ പല പാരാമീറ്റർ നമ്മൾ വരയ്ക്കുകയാണ്. ഇനി നമ്മൾ ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നോക്കാം. ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണ്? ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിന് പകുതി ആകുന്നതിന് എടുക്കുന്ന സമയത്തിനെയാണ് എന്ത് പറയുന്നത്? ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചതേ ഉള്ളൂ. റേറ്റ് കോൺസ്റ്റന്റ് കെ ദാറ്റ് ഇസ് ഈക്വൽ ടു 2.303 by t log ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ അറ്റ് എനി ടൈം tn. അതാണ് R0/R എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടൈം ടി ഹാഫ് എടുക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് പറയുന്നത് ആ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പകുതി ആകാനുള്ള സമയം, അന്നേരം പകുതി ആകാനുള്ള ആ ഒരു കോൺസെൻട്രേഷൻ. അന്നേരം കോൺസെൻട്രേഷൻ ഓഫ് ആർ ദാറ്റ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0/2. കോൺസെൻട്രേഷൻ ഓഫ് R0/2 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ഇക്വേഷൻ, ഏത് ഇക്വേഷൻ? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ മാറി കൺവേർട്ട് ചെയ്യാണ്. കെ ദാറ്റ് ഇസ് ഈക്വൽ ടു 2.303 by t എന്നുള്ളത് എന്തായി മാറുന്നു? ടി ഹാഫ് ആയി മാറുന്നു. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് R0 ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്നുള്ളത് എന്തായി മാറുന്നു? R0/2 എന്നായി മാറുന്നു. R0/2 എന്നായി മാറുന്നു. Therefore നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്യുകയാണ്. റീഅറേഞ്ച് ചെയ്യുമ്പോൾ ടി ഹാഫ് ദാറ്റ് ഇസ് ഈക്വൽ ടു 2.303 by k. ഈ R0/2 നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് R0 ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് കിട്ടുകയാണ് log 2 എന്ന് കിട്ടുകയാണ്. log 2 എന്ന് കിട്ടുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെ എഴുതുകയാണ് ടി ഹാഫ് ദാറ്റ് ഇസ് ഈക്വൽ ടു 2.303 by k ഇൻറ്റു log 2ന്റെ വാല്യൂ ആണ് 0.301. log 2ന്റെ വാല്യൂ 0.301 എന്ന് കിട്ടി. നമ്മൾ അന്നേരം എഴുതുകയാണ് ടി ഹാഫ് ദാറ്റ് ഇസ് ഈക്വൽ ടു 0.693 by k. ടി ഹാഫ് ദാറ്റ് ഇസ് ഈക്വൽ ടു 0.693 by k. ഇവിടെ ഒന്ന് നോക്കിക്കേ, ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് ആണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് ദാറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ടി ഹാഫ് ദാറ്റ് ഇസ് ഈക്വൽ ടു 0.693 by k. ഇവിടെ ഇപ്പം ഫസ്റ്റ് ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നിരിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ ഇവിടെ കോൺസെൻട്രേഷനുമായിട്ട് യാതൊരു ബന്ധവും ടി ഹാഫിനില്ല. അത് ഓർത്തിരിക്കുക, ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ ടി ഹാഫ്. ഇതിന് പറയാണ് ഫസ്റ്റ് ഓർഡറിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ടി ഹാഫ് ദാറ്റ് ഇസ് ഈക്വൽ ടു 0.693 by k. For a first order process, the half life does not depend on concentration. Does not depend on initial concentration. ഓർത്തിരിക്കുക, does not depends on initial concentration. എന്നാൽ സീറോ ഓർഡറിന്റെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? സീറോ ഓർഡറിനകത്തെ ഇനീഷ്യൽ കോൺസെൻട്രേഷനും ടി ഹാഫും വെച്ച് കിട്ടുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നു. അതുപോലെ ഫസ്റ്റ് ഓർഡറിന്റെ
നിൽക്കുമ്പോൾ എന്താണ് ഫസ്റ്റ് ഓർഡറിന് ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ടാണ് അവിടെ ഈ ടൈപ്പ് ഇത് കിട്ടിയിരിക്കുന്നത്, ഗ്രാഫ് കിട്ടിയിരിക്കുന്നത്. ഓർത്തിരിക്കുക, ഫസ്റ്റ് ഓർഡർ റിയാക്ഷനകത്ത് ഹാഫ് ലൈഫിന് ഇനീഷ്യൽ കോൺസെൻട്രേഷനുമായിട്ട് റിലേഷൻ ഇല്ല, ഇനീഷ്യൽ കോൺസെൻട്രേഷനുമായിട്ട് ഡിപ്പെൻഡൻസി ഇല്ല. എന്നാൽ സീറോ ഓർഡറിനകത്ത് ഇനീഷ്യൽ കോൺസെൻട്രേഷനും ടി ഹാഫും തമ്മിൽ റിലേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അതാണ് നമ്മൾ ഈ കാണുന്നത്. ഓർത്തിരിക്കുക, ടി ഹാഫ് നമുക്ക് വേണമെങ്കിൽ ഒരു ജനറൽ ഇക്വേഷൻ കൊടുക്കാം. ടി ഹാഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു 1 by കോൺസെൻട്രേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റേസ് ടു n-1 എന്നുള്ളത് കൊടുക്കാം. 1 by ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റേസ് ടു n-1 എന്നുള്ളൊരു ജനറൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഏത് ടൈപ്പ് റിയാക്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സീറോ, ഫസ്റ്റ്, സെക്കൻഡ്, അങ്ങനെ പലതരത്തിലുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്കൊന്ന് ഒരു പ്രോബ്ലം ചെയ്താലോ, നോക്കാം. ഒരു ടി ഹാഫ് കണ്ടുപിടിക്കാനാണ്. ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഫൗണ്ട് ടു ഹാവ് എ റേറ്റ് കോൺസ്റ്റന്റ് K that is equal to 5.5 into 10 raised to minus 14 per second. നമുക്ക് ഈ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ അറിയാൻ പറ്റും, ഇത് ഫസ്റ്റ് ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റ് ആണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെ. എന്താ, പെർ സെക്കൻഡ് ആണ്. ഇനി ഫൈൻഡ് ദ ഹാഫ് ലൈഫ് ഓഫ് ദ റിയാക്ഷൻ. നമുക്കറിയാം ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണ്, ടി ഹാഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.693 by K. വളരെ എളുപ്പമാണ്. നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 0.693 by K യുടെ വാല്യൂ 5.5 into 10 raised to minus 14 per second. അതിന്റെ ഫൈനൽ ആൻസർ കിട്ടുകയാണ് 1.26 into 10 raised to 13 second എന്നുള്ളതാണ് കിട്ടുന്നത്. എളുപ്പമല്ലേ, നമുക്ക് ചെയ്ത് പഠിക്കണം, പരീക്ഷയ്ക്ക് വരും കേട്ടോ. വേറെ ടൈപ്പ് നമുക്ക് റിയാക്ഷൻ നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഷോ ദാറ്റ് ഇൻ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് 99.9% is 10 minutes of half-life of the reaction. നമ്മളിവിടെ ഹാഫ് ലൈഫ് റിയാക്ഷന്റെ ഇതിൽ നിന്ന് നമുക്ക് ഷോ ദാറ്റ് ഇൻ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് 99.9% is 10 times of ഹാഫ് ലൈഫ് ഓഫ് ദ റിയാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ when the reaction is completed 99.9%, അതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് Rn എന്ന് കൊടുക്കുകയാണ്. Rn എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് R0 minus 0.999 into R0 കൊടുക്കണം. എന്നാലും നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫസ്റ്റ് ഓർഡർ എന്താണ്, K that is equal to 2.303 by T log കോൺസെൻട്രേഷൻ ഓഫ് R0 by കോൺസെൻട്രേഷൻ ഓഫ് R ആണ്. വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2.303 by T log കോൺസെൻട്രേഷൻ ഓഫ് R0, അത് തന്നെ ബൈ കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് പറയുന്നത് എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് 0.999 R0 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുകയാണ് 2.303 by T log 10 cube ആണ് ഇവിടെ കിട്ടുന്നത്. T that is equal to T നമുക്ക് അതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, 6.909 by K. റീഅറേഞ്ച് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നു. പിന്നെ ഹാഫ് ലൈഫ് ഓഫ് ദ റിയാക്ഷൻ എന്താണ്, ടി ഹാഫ് ഫസ്റ്റ് ഓർഡറിന്റെ ടി ഹാഫ് എന്ന് പറയുന്നത് 0.693 by K ആണ്. Therefore T by T half that is equal to 6.909 by K into K divided by 0.693 that is equal to 10 എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ എത്തുകയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. അല്ല, നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് R എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ റേറ്റ് ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിന്റെ വാല്യൂസ് ഒക്കെ കിട്ടും. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് ഇക്വേഷൻ, എന്താണ് ടി ഹാഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാമെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നോക്കാം എന്താണ് വേറൊരു പ്രോബ്ലം, അത് എന്താണ് നോക്കാം. കാൽക്കുലേറ്റ് ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ അറ്റ് 318 Kelvin. ഫസ്റ്റ് ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് അതിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് N2O5 ഇൻ ദ ഫോളോയിങ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നമ്മൾ പഠിക്കുകയാണ് ഡീകമ്പോസിഷൻ ഓഫ് N2O5 എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അതിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇക്വേഷൻ N2O5 gives 2NO2 plus half O2 was 1.24 into 10 raised to minus 2
മോൾ പെർ ലിറ്റർ ആണ്. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 1.24 × 10⁻² മോൾ പെർ ലിറ്റർ. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 318 കെൽവിനാണ്. ദ കോൺസെൻട്രേഷൻ ഓഫ് N2O5 ആഫ്റ്റർ 60 മിനിറ്റ്, 60 മിനിറ്റ് കഴിഞ്ഞ് 0.20 × 10⁻² മോൾ പെർ ലിറ്റർ. അതായത് അതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഒരു പർട്ടിക്കുലർ ടൈമിൽ പറഞ്ഞിരിക്കുകയാണ്. ഇനി അതിന്റെ കാൽക്കുലേറ്റ് ദ റേറ്റ് കോൺസ്റ്റന്റ്. അന്നേരം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമ്മൾ പറയുകയാണ് K that is equal to 2.303 by T log concentration of R1 by R2. അതായത് നമ്മൾ R0 R/R2 R1 എന്നൊക്കെ നമ്മൾ പഠിച്ചത് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. log R1 by R2 that is equal to K into T2 minus T1 by 2.303. അതായത് 2 ടൈം തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് അതിന് ഡിഫറൻസ് കണ്ടുപിടിച്ച് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. 2.303 by 60 മിനിറ്റ് മൈനസ് 0 മിനിറ്റ് ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് R1 എന്ന് പറയുന്നത് ഇവിടെ 1.24 × 10⁻² മോൾ പെർ ലിറ്റർ. അതായത് നമ്മുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ 0.20 × 10⁻² മോൾ പെർ ലിറ്റർ. അതിന് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുകയാണ് 2.303 by 60 ഇൻറ്റു ലോഗ് 6.2 പെർ മിനിറ്റ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുകയാണ്? റേറ്റ് കോൺസ്റ്റന്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു 0.0304 പെർ മിനിറ്റ്. ഇപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകണ്ട. നമ്മൾ ആദ്യം ഇക്വേഷൻ കാണാൻ പഠിക്കുക. അത് കഴിഞ്ഞ് ഓരോ ടേംസും എന്താണെന്ന് പെറുക്കി എഴുതുക. എഴുതി കഴിഞ്ഞ് നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ പല പ്രോബ്ലംസ് വരുമ്പോഴും നമുക്ക് അത് സോൾവ് ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഇന്ന് പഠിച്ചത് വെച്ച് നമുക്ക് ബോർഡ് എക്സാമിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പല കാര്യങ്ങള് പ്രോബ്ലം ആയിട്ട് ചോദിക്കാം, ഇന്റഗ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഇതൊക്കെ ഓർത്തിരിക്കുക. അന്നേരം സീറോ ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും റേറ്റ് ഇക്വേഷനും എന്താണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്? കോൺസെൻട്രേഷൻ ടൈം ഇക്വേഷനാണ്. കോൺസെൻട്രേഷനും ടൈമും തമ്മിലുള്ള റിലേഷനാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. കോൺസെൻട്രേഷനും ടൈമും നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? സീറോ ഓർഡറിന്റെ റേറ്റ് ലോ, റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു കെ. എന്താ എന്തുകൊണ്ടാണ്? റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് റേസ് ടു 0 ആണ്. റിയാക്ടന്റ് റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആയതുകൊണ്ടാണ് റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എന്ന് വന്നിരിക്കുന്നത്. ഇനി അതിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ് കോൺസെൻട്രേഷൻ ടൈം ഇക്വേഷൻ. ഓർത്തിരിക്കുക കേട്ടോ, തെറ്റിച്ച് കളയരുത്. നമുക്ക് ആദ്യം നമ്മൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി വേണം പഠിക്കാൻ. അന്നേരം നമ്മൾ പഠിക്കുകയാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷനും ടൈമും തമ്മിലുള്ള ആ റേറ്റ് ഇക്വേഷൻ ആണ്. കോൺസെൻട്രേഷനും ടൈമും തമ്മിലുള്ള ഇക്വേഷൻ. ഇവിടെ സീറോ ഓർഡറിന്റെ കോൺസെൻട്രേഷൻ ടൈം ഇക്വേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മൈനസ് കെ ഇൻറ്റു ടി. ഓക്കെ, എന്താണ് ഹാഫ് ലൈഫ് ടി ഹാഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ 2k. ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ടി ഹാഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ്. ഇനി അടുത്ത ഓർഡർ, ഫസ്റ്റ് ഓർഡർ എന്താന്ന് നോക്കാം. ഫസ്റ്റ് ഓർഡറിന്റെ റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. അതിന്റെ കോൺസെൻട്രേഷൻ ടൈം ഇക്വേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതം കോൺസെൻട്രേഷൻ ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം കോൺസെൻട്രേഷൻ ഓഫ് A0 മൈനസ് കെ ഇൻറ്റു ടി. അതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ലോഗരിതം 2 അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് 0.693 ബൈ കെ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. 0.693 ബൈ കെ. ഇത് സോൾവ് ചെയ്താണ് നാച്ചുറൽ ലോഗരിതം 2 സോൾവ് ചെയ്താണ് നമുക്ക് അത് കിട്ടിയിരിക്കുന്നത്. എത്ര ഓർത്തിരിക്കും? ടി ഹാഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.693 ബൈ കെ എന്നുള്ള ഇക്വേഷൻ. അടുത്തത് നമുക്ക് നിങ്ങൾക്ക് പഠിക്കാനില്ല എങ്കിൽ നമുക്ക് നോക്കാം എന്താണ് സെക്കൻഡ് ഓർഡറിന്റെ റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ സ്ക്വയർ. അതിന്റെ കോൺസെൻട്രേഷൻ ടൈം ഇക്വേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ 1/a ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പ്ലസ് KT. എന്താണ് ടി ഹാഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/k ഇൻറ്റു A0. അതായത് A0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ടാക്കണം. നോട്ടാക്കാതെ വെറുതെ നമ്മൾ നോക്കിയൊന്നും വായിച്ചാൽ ഇത് മനസ്സിലാകത്തില്ല. ആദ്യം സീറോ ഓർഡർ എഴുതിയിട്ട് അതിന്റെ റേറ്റ് ഇക്വേഷൻ എങ്ങനെയാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനോട്ട് എത്തുന്നതെന്നുള്ളത് ഡിറൈവ് ചെയ്ത് പോവുക. അതുപോലെ അതിന്റെ ഹാഫ് ലൈഫ് പഠിക്കുക.
ഫസ്റ്റ് ഓർഡറിന്റെയും അതുപോലെ സെയിം സീറോ ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കുക, ഹാഫ് ലൈഫ് കണ്ടുപിടിക്കുക. ഇതെല്ലാം നോട്ടാക്കി നല്ലപോലെ നമുക്ക് പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ.